ഹായ് ഓൾ. അപ്പോൾ ഞാനിന്ന് AWS റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന പുതിയൊരു സീരീസും കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് സൊല്യൂഷൻ ആർക്കിടെക്റ്റ് അസോസിയേറ്റ് എക്സാമിന് വേണ്ടിയിട്ടിരിക്കുന്ന പ്രിപ്പറേഷൻ. അതായത് നമ്മളുടെ AWSന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം ആ സാമ്പിൾ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസർ എന്താണ്, പിന്നെ ആ ആൻസർ എന്തുകൊണ്ടാണ് കറക്റ്റ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡിസ്കഷൻസും വെച്ചിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഓരോരോ വീഡിയോയ്ക്കകത്തും ഓരോരോ ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇത് എന്ന് പറയുന്നത് ഇതാണ്: എ കമ്പനി ഈസ് ഡെവലപ്പിംഗ് എ ന്യൂ മൊബൈൽ വേർഷൻ ഓഫ് ഇറ്റ്സ് പോപ്പുലർ വെബ് ആപ്ലിക്കേഷൻ ഇൻ ദ AWS ക്ലൗഡ്. ദ മൊബൈൽ ആപ്പ് മസ്റ്റ് ബി ആക്സസിബിൾ ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അവിടെ ഒരു ശ്രദ്ധിക്കണേ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ദ മൊബൈൽ ആപ്പ് മസ്റ്റ് ഹാൻഡിൽ ഓതറൈസേഷൻ, ഓതന്റിക്കേഷൻ ആൻഡ് യൂസർ മാനേജ്മെന്റ്. വൺ സെൻട്രൽ സോഴ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. യൂസർ മാനേജ്മെന്റ് ചെയ്യണം, ഓതറൈസേഷൻ ചെയ്യണം, ഓതന്റിക്കേഷൻ ചെയ്യണം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AWSന്റെ അകത്തിരിക്കുന്ന ഏത് ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അപ്പം ആൻസേഴ്സ് ആയിട്ട് ഓപ്ഷൻ നോർമലി അസോസിയേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്ഷൻ ആയിട്ട് വരുന്ന സാധനമാണല്ലോ അല്ലേ, ഒരു കറക്റ്റ് ആൻസർ ഇതാക്കുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ മിക്കവാറും അതൊരു കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന ഓപ്ഷൻസ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വെരി റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്തിരിക്കുന്ന എല്ലാം കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷമായിരിക്കണം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഉത്തരം പറയേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഉത്തരമായിട്ടിരിക്കുന്ന IAM റോൾസ്, IAM യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ്, ആമസോൺ കോഗ്നിറ്റോ യൂസർ പൂൾസ്, AWS സെക്യൂരിറ്റി ടോക്കൺ അല്ലെങ്കിൽ STS എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സർവീസാണ്. അപ്പം ഇതാണ് ആൻസേഴ്സ്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ ഞാൻ ഇതിൻ്റെ ആൻസർ എന്താണ്, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ് എന്ന് പറയാം. പക്ഷേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഓക്കെ, അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആമസോൺ കോഗ്നിറ്റോ യൂസർ പൂൾസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സിനും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളുടെ സീരീസിൻ്റെ അകത്ത്, ഈ ചാനലിൻ്റെ അകത്തിരിക്കുന്ന AWSന്റെ ട്യൂട്ടോറിയലിൻ്റെ അകത്ത് IAM എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. IAM ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, IAM എന്ന് പറയുന്നത് ഒരു AWS അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഇന്റേണൽ യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്റേണൽ യൂസേഴ്സിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇന്റേണലി ഇരിക്കുന്ന ആപ്ലിക്കേഷനോ സർവീസസിനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി IAM റോൾസും IAM യൂസേഴ്സും യൂസ് ചെയ്യുന്നത്. അത് നോർമലി ഒരു എക്സ്റ്റേണൽ യൂസേഴ്സിന്, അല്ലെങ്കിൽ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ പോലെയുള്ള യൂസേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ യൂസേഴ്സിനെ. അങ്ങനെ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടല്ല IAM ഡിസൈൻ ചെയ്തിരിക്കുന്നത്. IAM എന്ന് പറയുന്നത് AWSന്റെ ഇന്റേണലി ഇരിക്കുന്ന യൂസേഴ്സിനെ മാനേജ് ചെയ്യാനും അതിൻ്റെ ഓതറൈസേഷൻ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും IAM നോർമലി യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സിന് യൂസ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ടോക്കൺ ആണ്. അതും ഈ പറഞ്ഞിരിക്കുന്ന ഓതന്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സർവീസ് തന്നെയാണ്. നോർമലി ടെമ്പററി ആയിട്ടിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പെർമിഷൻസും ഓതന്റിക്കേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് AWSന്റെ അകത്തിരിക്കുന്ന ഒരു സർവീസാണ് STS എന്ന് പറയുന്നത്. അതും ഇതേപോലെ ഇന്റേണലി ഇരിക്കുന്ന പെർമിഷൻ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൊഗ്നിറ്റോയുടെ പാർട്ടായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന STS നമ്മൾ പിക്ചറിൽ വരും. പക്ഷേ അത് ഇന്റേണൽ ആയിരിക്കും പിക്ചർ വരുന്നത്. അത് ഔട്ട്സൈഡിൽ എക്സ്റ്റേണൽ യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇനിയിപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന AWSന്റെ അകത്ത് ഇതേപോലെയുള്ള എക്സ്റ്റേണൽ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സർവീസാണ് ഈ പറഞ്ഞിരിക്കുന്ന AWS കോഗ്നിറ്റോ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് യൂസർ പൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, ഫെഡറേറ്റഡ് ആയിട്ടുള്ള ഓതന്റിക്കേഷൻ കൊടുക്കാം, ഫെഡറേറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന AWSന്റെ സർവീസാണ് ആമസോൺ കോഗ്നിറ്റോ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തിരിക്കുന്ന യൂസർ പൂൾസ് എന്ന് പറയുന്ന ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആമസോൺ കോഗ്നിറ്റോ യൂസർ പൂൾസ് എന്നായിരിക്കും. മറ്റുള്ളതെല്ലാം യൂസേഴ്സിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന, ഓതന്റിക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് ആമസോൺ കോഗ്നിറ്റോ ആണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് കാണാം. അപ്പോൾ ബൈ.